ETFs അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ്. ഇതിലേതാണ് നിങ്ങൾക്ക് മികച്ചത്? നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള നിക്ഷേപ തന്ത്രം ഏതാണെന്ന് കാണാൻ കാത്തിരിക്കുക. രണ്ട് നിക്ഷേപ തന്ത്രങ്ങളും ഒരു പ്രത്യേക വിപണി സൂചികയെ പ്രതിഫലിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവയെ വേർതിരിച്ചറിയാൻ പ്രധാന വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഈ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്പർ 1, ട്രേഡിംഗ് മെക്കാനിസം. ETF അവയുടെ വ്യാപാര ദിവസം മുഴുവനും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വാങ്ങുകയും വിറ്റഴിക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് റിയൽ ടൈം വില വർധനവുകളും കുറവും സാധ്യമാകുന്നു. എന്നാൽ ഇൻഡെക്സ് ഫണ്ട് നിക്ഷേപങ്ങളുടെ വില ദിവസം തോറും ഒരു തവണ രേഖപ്പെടുത്തുന്നു. ഓരോ ദിവസത്തിലെ അവസാന നെറ്റ് അസറ്റ് മൂല്യത്തെ അടിസ്ഥാനമായി പുതുക്കപ്പെടുന്നു. അടുത്തതായി അവയുടെ ഫീസുകളും ചെലവുകളും അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. ETF സാധാരണയായി ഇൻഡെക്സ് ഫണ്ടിനെ അപേക്ഷിച്ച് എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. എന്നാൽ വാങ്ങുമ്പോഴും വിറ്റഴിക്കുന്ന സമയത്തെ ബ്രോക്കറേജ് ഫീസ് ബാധകമായിരിക്കും. ഇൻഡെക്സ് ഫണ്ട് സാധാരണയായി ETFസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. എന്നാൽ നിക്ഷേപകർ ഫണ്ട് ഹൗസിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ ബ്രോക്കറേജ് ഫീസ് ഉണ്ടായിരിക്കില്ല. നമ്പർ 3, കുറഞ്ഞ നിക്ഷേപ ആവശ്യകതകൾ. ETFs ഒരു സ്കീമിന്റെ ഒരു യൂണിറ്റ് മാത്രം വാങ്ങാൻ അനുവദിക്കുന്നു. അതിനാൽ ഇവിടെ കുറഞ്ഞ നിക്ഷേപ ആവശ്യകത ഒരു യൂണിറ്റിന്റെ വിലയാകും. എന്നാൽ ഇൻഡെക്സ് ഫണ്ട് സാധാരണയായി കുറഞ്ഞ നിക്ഷേപ പരിധികളാണ്. ഇത് ഓരോ AMCനെ അടിസ്ഥാനമാക്കി 100 രൂപ വരെ കുറവായിരിക്കും. നമ്പർ 4, ഡിമാറ്റ് അക്കൗണ്ട്. ETFs എക്സ്ചേഞ്ചുകളിൽ വാങ്ങുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നതിനാൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. എന്നാൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ലാതെ തന്നെ ഇൻഡെക്സ് ഫണ്ടുകൾ നേരിട്ട് ഫണ്ട് ഹൗസിൽ നിന്നും വാങ്ങാൻ കഴിയുന്നതാണ്. നമ്പർ 5, SIP ഓപ്ഷൻ. ETFൽ നേരിട്ട് ഫണ്ട് ഹൗസുമായി SIP നടത്താനാവില്ല. എന്നാൽ ചില ബ്രോക്കർമാർ ഈ ഫീച്ചർ നൽകാറുണ്ട്. നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രോക്കറുമായി പരിശോധിക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെടുന്നു. ഇൻഡെക്സ് ഫണ്ട് ഹൗസുമായി നേരിട്ട് SIP ക്രമീകരിക്കാൻ അനുവാദം നൽകുന്നു. ETFs അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപങ്ങളെ ക്രമീകരിക്കുന്ന കൂടുതൽ വീഡിയോകളെക്കുറിച്ച് അറിയാൻ കാത്തിരിക്കുക. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.